ഇവിടെ എല്ലാത്തരം പച്ചക്കറികളും, ഫിഷ്, ചിക്കൻ, ഫ്രൂട്ട്സ് അങ്ങനെ തുടങ്ങുന്ന ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വിഷരഹിതമായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നു. 2, ഫാം ടൂറിസം. അവിടെ റിസോർട്ടുകൾ പണിതുകൊണ്ട് വിദേശീയരെ നമ്മൾ അട്രാക്ട് ചെയ്യുമ്പോൾ അതിലൂടെയും വരുമാനം കിട്ടുന്നു. 3, സാൻഡൽവുഡ് കൾട്ടിവേഷൻ. 3000-ഓളം വരുന്ന ചന്ദനമരങ്ങൾ, അതും ഇതിനൊരു ഭാഗമായിട്ട് അവിടെയുണ്ട്. ദെൻ നേഴ്സറി, ചന്ദന കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നേഴ്സറിയും അതോടൊപ്പം റിസർച്ച് സെന്ററും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ 5 പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഇത് ടോട്ടൽ 12 ഏക്കർ ഏരിയയാണ്. ഇതിൽ മൊത്തം ഈ 12 ഏക്കറിൽ നിന്ന് പെർ ഇയർ കമ്പനി പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഫിറ്റാണ് 36 കോടി രൂപ. അതിനു മുമ്പ് നമുക്ക് പറയാൻ ചന്ദനത്തോപ്പിൽ എത്ര കോട്ടേജ് ആണെന്നറിയാം? ഇവിടെ പറഞ്ഞു ടോട്ടൽ 150 കോട്ടേജുകളാണ് ഈ ജനുവരിയിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകണം. ഒരു ചോദ്യം, ഈ 150 എണ്ണം 20,000 രൂപ വെച്ച് അടുത്ത വർഷം എല്ലാ ദിവസവും വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എത്രയാണെന്നറിയാം? ഞാൻ കണക്ക് പറഞ്ഞുതരാം. 150 ഇൻറ്റു 20,000 ഇൻറ്റു 365 109 കോടി രൂപ. ക്ലിയർ? ഇതിന്റെ എമൗണ്ട് ആർക്കുള്ളതാണ്? ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് ഉള്ളതാണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ 20% കമ്പനിക്കുള്ളതാണ്. എത്രയാണെന്നറിയോ? 109 കോടിയുടെ 20% എത്രയാണ്? 21 കോടി രൂപ. എല്ലാ വർഷം ആരൊക്കെയുണ്ട്? കമ്പനിക്കുണ്ട്. ഇപ്പൊ ഞാനിത് സംസാരിക്കുന്നത് മനസ്സിലായി. നിങ്ങളെ കാശുകൊണ്ട് അവിടെ റിസോർട്ട് ഉണ്ടാക്കിയിട്ട് അത് വാടക കൊടുത്തിട്ട് എല്ലാ മാസം എനിക്ക് എന്ത് വേണം? 21 കോടി രൂപ ഉണ്ടാക്കണം. പക്ഷെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിശ്ചിതമായിട്ടുള്ള പ്രോഫിറ്റ് നൽകിക്കൊണ്ടാണ് കമ്പനി അത് ഉണ്ടാക്കുന്നത്, അല്ലേ? ഇങ്ങനെ പറയും, ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. എങ്ങനെയാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. നിങ്ങളെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട്. തെറ്റാണ്. നിങ്ങൾക്ക് 5-6 ലക്ഷം മാസം മേടിച്ച് തന്നിട്ട് അതിൽ 20%, അങ്ങനെ 150 വരുമ്പോൾ എത്രയും പ്രതി വർഷം പോകുമ്പോൾ 21 കോടിക്ക് മേലെ. തെറ്റാണത്. എങ്കിൽ 2027 എൻ്റെ പ്രതിമാസ വരുമാനം എത്രയാണെന്ന് അറിയുമോ? 1 കോടിക്ക് മേലെ. അവിടെ ആരെ പണിയെടുക്കുന്നത്? ഞാനാണ്. ഞാൻ എന്തിനാ മതി? ഇത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മതി. കേരളത്തിൽ വെറുതെ 1 കോടി വേറെ വല്ല പണിയുണ്ട്, അല്ലേ? എന്ത് ഭംഗിയായിട്ട് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ 25 വർഷത്തെ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക്. അപ്പോ റിസോർട്ടിന്റെ വാർഷിക വരുമാനം എത്രയാണ്? റിസോർട്ടിന് എത്രയുണ്ട്? 109 കോടി. ഇവിടെ എത്ര കൂട്ടി? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് 36 കോടി, 1/3 കൂട്ടിയിട്ടുള്ളൂ. ക്ലിയർ? അവിടെ കൂട്ടിയത്, അവിടെ 109 കോടി പ്രതി വർഷം റിട്ടേൺ, 360 ദിവസം വാടകയ്ക്ക് പോയാൽ. ഓക്കെ, ഇവിടെ 1/3 കൂട്ടിയാൽ പോലും പ്രതി വർഷ വരുമാനമാണ് 36 കോടി രൂപ. ഈ 36 കോടി രൂപ ഞങ്ങൾ ചെയ്തേക്കുന്നത്, ഇവിടെ ടോട്ടൽ ഇതിന്റെ വാല്യൂ 100 കോടി രൂപ. ഈ 100 കോടിക്ക് 1 ലക്ഷം രൂപയുടെ 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. മറ്റൊരു 5 സെന്റ്. ഇവിടെ കൃഷി മൊത്തമുള്ള കാരണം എന്ത് വെച്ചില്ല? ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ വെച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജസ്പെയ്ഡ് ഫ്രാഗ്രന്റ് ഹെവൻ എന്ന് പറയുന്ന LLP കമ്പനി ഫോം ചെയ്തിട്ട് ഇതിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാം ആരായിരിക്കും? ഈ പ്രൊജക്ടിന്റെ പാർട്ട്നേഴ്സ് ആയിരിക്കും. ഈ പ്രൊജക്ട് ആരുടെ പേരിലായിരിക്കും? ഈ കമ്പനിയുടെ പേരിലായിരിക്കും. അതുകൊണ്ട് എന്താ? നിങ്ങളും ഇതിന്റെ ഓണേഴ്സ് ആയിട്ട് മാറുന്നു. കിട്ടുന്ന ലാഭം 36 കോടി എന്ത് ചെയ്യും? എല്ലാ മാസവും ഡിവൈഡ് ചെയ്തിട്ട്, ഇപ്പൊ എക്സാമ്പിൾ, ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ നിന്ന് പ്രതി മാസം ലഭിക്കാൻ പോകുന്ന ഒരു തുകയാണ് 1667 രൂപ. ഇത് 15 കൊല്ലത്തേക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ പെർ ലാക്കിന് കിട്ടുന്ന എമൗണ്ട് 3 ലക്ഷം രൂപയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന് മാത്രം. അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇതിന്റെ പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എത്ര? 15 കൊല്ലം കൊണ്ട് 3 ലക്ഷം രൂപ. ഓക്കെ, ഈ 1 ലക്ഷം രൂപ സേഫ് ആണോ? ആണോ? അല്ലേ? അവിടെ പ്രോപ്പർട്ടി നമ്മുടെ പേരിലുണ്ട്. 2, കോട്ടേജ് സർവ്വതെണ്ണം വരുമാനം 1166, 10,000 പേരുണ്ട്. 15 വർഷം കൊണ്ട് 2,10,000 രൂപ. ദെൻ സാൻഡൽവുഡ് ഹാർവസ്റ്റ് 2,777 രൂപ. 15 കൊല്ലം കൊണ്ട് 5 ലക്ഷം രൂപ.
ദെൻ നഴ്സറി 15,000 രൂപ 15 കൊല്ലം കൊണ്ട്. സാങ്കേതിക റിസർച്ച് സെന്റർ 15,000 രൂപ 15 കൊല്ലം കൊണ്ട്. അങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ ആവറേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു തുകയാണ് 15 കൊല്ലം കൊണ്ട് 13,40,000 രൂപ. ഇത് കുറയാൻ കൂടാ. കാരണം എന്താ? അവിടെ 109 കോടി കൊണ്ട് എത്ര കൂടിയിട്ടുള്ളൂ? 36 കോടി. ഇനി എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നാലും ഈ വ്യത്യാസം ഇവിടെ 13,40,000 രൂപ കൂടാൻ കുറയാനുള്ള ഒരു പ്രൊജക്റ്റിലാണ് പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 ലക്ഷത്തിന് എത്ര രൂപയും? 7,444. നമ്മൾ 1 ലക്ഷം ബാങ്കിൽ ഇടുകയായിരിക്കും. എന്ത് പറ്റും 10 കൊല്ലം കഴിഞ്ഞാൽ? 10 കൊല്ലം കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 2 ലക്ഷം അല്ലേ? പക്ഷെ അവിടെ എത്തില്ല. ഇത് 10 കൊല്ലം കഴിഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ് സെയിം, വ്യത്യാസം വരുന്നില്ല. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂ കൂടിയ സമയത്ത്